നമസ്തേ. ജയകുമാർ പരമേശ്വരൻ. എല്ലാ ക്ഷേത്രത്തിലും അവിടുത്തെ ദേവന്മാർക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒന്നാണ് അഭിഷേകങ്ങൾ. വിവിധ തരം ദ്രവ്യങ്ങൾ കൊണ്ട് നമ്മൾ അഭിഷേകം നടത്താറുണ്ട്. ദേവിക്ക് അഷ്ടാഭിഷേകം, ഭഗവാന് ഏകാദശ ദ്രവ്യ അഭിഷേകം, അങ്ങനെ വിവിധ തരത്തിൽ ക്ഷേത്രത്തിലെ ചൈതന്യ വർധനവിന് വേണ്ടിയും അശുദ്ധികളൊക്കെ നീക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ കലശവും അതോടൊപ്പം തന്നെ പഞ്ചഗവ്യ അഭിഷേകവും നടത്താറുണ്ട്. സർവ്വവിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും വിമുക്തിയാകാൻ വേണ്ടിയിട്ടും ശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടും, അത് മനോശുദ്ധി, ആത്മശുദ്ധി, അതോടൊപ്പം തന്നെ ആത്മീയമായ ശുദ്ധി അല്ലെങ്കിൽ ഒരു പരിവർത്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു വിശേഷമായ അഭിഷേകം എന്ന് പറയുന്നത് പഞ്ചഗവ്യ അഭിഷേകമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവത്തോട് അനുബന്ധിച്ചും എന്തെങ്കിലും അശുദ്ധി വിഷയങ്ങൾ ഉള്ളപ്പോഴുമൊക്കെ നടത്തുന്നതാണ് പഞ്ചഗവ്യ അഭിഷേകം എന്ന് പറയുന്നത്. ഈ അഭിഷേകം അതല്ലാതെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പാപങ്ങളിൽ നിന്ന് വിമുക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടും ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാകാൻ വേണ്ടിയിട്ടും വിവിധ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ശാന്തമാകാൻ വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ വളരെ ശാന്തമാകാൻ വേണ്ടിയിട്ടുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരഭിഷേകമാണ് പഞ്ചഗവ്യ അഭിഷേകം. പഞ്ചഗവ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഗോമൂത്രം, ചാണകം, തൈര്, പശുവിൻ പാല്, നെയ്യ്, ഈ 5 കൂട്ടം കാര്യങ്ങൾ കൃത്യമായ ക്രമത്തിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഈ പഞ്ചഗവ്യം എന്ന് പറയുന്നത്. സർവ്വരോഗ നിവർത്തിക്കും, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എക്സ്റ്റേണലായിട്ടുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ മാറുന്നതിന് വേണ്ടി പഞ്ചഗവ്യ അഭിഷേകം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ്. ഈ പഞ്ചഗവ്യത്തിൻ്റെ ക്രമം കൂടെ പറയാം. അതായത് ഗോമൂത്രത്തിന് ബേസായിട്ടാണ് പഞ്ചഗവ്യം കൂട്ടുന്നത്. ഇപ്പം 1 സ്പൂൺ ഗോമൂത്രമാണെങ്കിൽ അതിന് പകുതി ചാണകനീര്, തുല്യം നെയ്യ്, 3 ഇരട്ടി തൈര്, 7 ഇരട്ടി പാല് ഇവ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇത് ഓരോ ദ്രവ്യങ്ങളും ചേർക്കുമ്പോൾ ഇതിന് ഓരോ മന്ത്രങ്ങളുണ്ട്. ഇത് കൂട്ടി ജപിക്കാനുള്ള മന്ത്രങ്ങളുണ്ട്. ഇത് ചേർത്തിട്ട് നമ്മൾ അഭിഷേകം ചെയ്യുമ്പോഴാണ് ഈ പൂർണ്ണമായിട്ടുള്ള നേരത്തെ പറഞ്ഞ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇത് അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടും അവർക്കിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നന്ദി, നമസ്തേ.